ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ട് ഇരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ചെറിയൊരു ടിപ്സും കൊണ്ടാണ്. ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ പറ്റിയ യൂസ്ഫുൾ ആയ ഒരു ടിപ്സാണ് കേട്ടോ. ഇത് നമ്മൾ ഡെയിലി തേക്കുമ്പോൾ നമ്മുടെ മുഖത്തുള്ള മുഖക്കുരു, മുഖത്ത് കാണുന്ന കുഴികൾ ഉണ്ടാവില്ല, കുഞ്ഞു കുഞ്ഞു കുഴികൾ, അതൊക്കെ ഒന്ന് മാറി കിട്ടാനും, ഇനി ഡ്രൈനെസ് മുഖത്തും കഴുത്തിലും കൈകളിലും കാലിലൊക്കെ കാണുന്ന ഡ്രൈനെസ്സിൽ ഇതൊക്കെ പെട്ടെന്ന് തന്നെ മാറി കിട്ടാൻ പറ്റിയ ഒരു സൂപ്പർ ടിപ്സാണ് കേട്ടോ ഇത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ അതിന് മുന്നേ ആദ്യത്തെ വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ കുഞ്ഞു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ കേട്ടോ. ഇതുവരെ ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റൊക്കെ ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദിയുണ്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോയേക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇന്നത്തെ ടിപ്സ് ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഒക്കെ യൂസ്ഫുൾ ആയൊരു ടിപ്സാണ് കേട്ടോ. സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ ഉപയോഗിക്കാം, പക്ഷെ ഒന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് ഉപയോഗിച്ചാൽ മതി. ചിലപ്പോൾ നല്ല അലർജിയോ ചൊച്ചിലൊക്കെ വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അതാണ് ഞാൻ സെൻസിറ്റീവ് സ്കിന്നുകാരുടെ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയാത്തത്. ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഉപയോഗിച്ചാൽ മതി. പക്ഷേ ഓയിൽ സ്കിന്നുകാർക്കും ഡ്രൈ സ്കിന്നുകാർക്കും ഇത് സൂപ്പർ തന്നെയാണ് കേട്ടോ. പക്ഷെ ഇതിന് വലിയ പൈസ മുടക്കമൊന്നുമില്ല, നമുക്കിത് മെഡിക്കൽ സ്റ്റോറിൽ നിന്നൊക്കെ മേടിക്കാം. അപ്പോൾ ഇതിന് മെയിനായിട്ട് വേണ്ട സാധനമാണ് ഗ്ലിസറിന്. ഇതിന് ഗ്ലിസറിൻ ഞാൻ മേടിച്ചത് 45 രൂപയാണ് കേട്ടോ. അല്ലേ, അതെ, 45 രൂപയുടെ കുഞ്ഞു കുപ്പിയുടെ ഗ്ലിസറിനാണ് കേട്ടോ. പക്ഷേ ഈ ഗ്ലിസറിൻ ഉണ്ടല്ലോ ഒരുപാട് നാളത്തേക്ക് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ ഇത് സ്കിന്ന് മൊത്തം തേക്കുകയാണ്, അതായത് മുഖത്ത്, കഴുത്തിൽ, കൈകൾ, കാലിലൊക്കെ തേക്കുകയാണെങ്കിൽ പെട്ടെന്ന് എത്തിയിട്ട്. ഇത് നമ്മൾ മുഖത്ത് മാത്രം തേക്കുവാണെങ്കിൽ ഒത്തിരി നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. ഇനി അടുത്ത സാധനം നിങ്ങൾക്ക് കാണിച്ചു തരാവേ, അതാണ് റോസ് വാട്ടർ കേട്ടോ. റോസ് വാട്ടർ ഉണ്ടല്ലോ നമ്മുടെ മുഖം നല്ല ഗ്ലോ ആയിട്ട് കിട്ടാനും മുഖത്ത് കാണുന്ന കുരുക്കളൊക്കെ മാറി കിട്ടാനൊക്കെ പറ്റിയ അടിപൊളി സാധനം കേട്ടോ റോസ് വാട്ടർ. അപ്പം ഞാൻ മേടിക്കുന്ന കമ്പനി ബഞ്ചാറസ് കമ്പനിയുടെ റോസ് വാട്ടറാണ്. ഇതിൻ്റെ വില എന്ന് പറയുന്നത് 50 രൂപയാണ് കേട്ടോ. ഇത് നമുക്ക് ഒരുപാട് നാളത്തേക്ക് ഉപയോഗിക്കാൻ പറ്റും. അപ്പം ഈ ഓയിൽ സ്കിന്നുകാർക്ക് ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, റോസ് വാട്ടറിൻ്റെ അളവ് കൂട്ടി അങ്ങ് എടുത്താൽ മതി കേട്ടോ. അതായത് ഗ്ലിസറിൻ ഇപ്പം 1/2 സ്പൂണ് ഗ്ലിസറിൻ എടുക്കുകയാണെങ്കിൽ 1 സ്പൂൺ റോസ് വാട്ടർ എടുക്കുക കേട്ടോ. ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തൊക്കെ തേച്ച് കൊടുക്കുകയാണെങ്കിൽ മുഖത്ത് കാണുന്ന നല്ല ആ കുരുക്കളൊക്കെ മാറിക്കിട്ടി, മുഖത്ത് കാണുന്ന കുഴികളിൽ അതൊക്കെ മാറിക്കിട്ടി മുഖം നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഉണ്ടാവും. പിന്നെ ഡ്രൈ സ്കിന്നുകാർ ഉപയോഗിക്കുകയാണെങ്കിൽ ഇത് 2 തുല്യ അളവിൽ തന്നെ എടുക്കണം കേട്ടോ. 1 സ്പൂൺ ഗ്ലിസറിനാണെങ്കിൽ 1 സ്പൂൺ റോസ് വാട്ടർ തുല്യ അളവിൽ തന്നെ എടുത്തല്ലാണ്ട് മിക്സ് ചെയ്തെടുത്തിട്ട് നമ്മുടെ കൈകളിലും കാലിലും മുഖത്തും ഒക്കെ തേച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. പിന്നീട് കാര്യം പറഞ്ഞേക്കാം, നമ്മൾ വീട്ടിലിരിക്കുന്നവരുടെ പ്രത്യേക ശ്രദ്ധിക്കുക. നമുക്കിപ്പം ഗ്ലിസറിൻ റോസ് വാട്ടർ ഇപ്പം പകലൊക്കെ നമുക്ക് തേക്കാം. വീട്ടിലിരിക്കുന്നവർ, വെയിൽ കൊള്ളാതെ ഇരിക്കുന്നവർ മാത്രമുള്ള കാര്യമായിട്ട് പറയണത്. വെയിൽ കൊള്ളുന്ന ആൾക്കാർ ഒരു കാരണവശാലും ഗ്ലിസറിൻ റോസ് വാട്ടർ തേക്കരുത്, നമ്മളെന്തായാലും കറുത്തു പോകും. അതുകൊണ്ടാണ് നമ്മളിത് വൈകുന്നേരം തേക്കുന്നതെന്ന് പറഞ്ഞത്. അപ്പോൾ എല്ലാ പാക്കുകളും ഉണ്ടാവില്ല, അതൊക്കെ നമുക്ക് വൈകുന്നേരം തേക്കുന്നതാണ് ഇച്ചിരി കൂടുതൽ നല്ല കേട്ടോ. നമ്മൾ വെയിലൊക്കെ കൊള്ളുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ഗ്ലിസറിൻ റോസ് വാട്ടറും പകൽ തേക്കരുത്. വീടിൻ്റെ അകത്ത് ഇരിക്കുകയാണ്, വെയിലൊന്നും കൊള്ളത്തില്ല എന്ന് ഉറപ്പുള്ളവർ മാത്രം പകൽ തേച്ചാൽ മതി കേട്ടോ. എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടല്ലോ, ഈ ഗ്ലിസറിൻ റോസ് വാട്ടർ നല്ല സൂപ്പർ സാധനം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ നേഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് അവളുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈനെസ് ആകുമായിരുന്നു കേട്ടോ, ഭയങ്കര ഡ്രൈ. അവിടെ ഭയങ്കര തണുപ്പുള്ള സ്ഥലമായിരുന്നു, ചിക്കമംഗ്ലൂർ കേട്ടോ ഞാൻ നേഴ്സിംഗ് പഠിച്ചത്. അവിടെ ഭയങ്കര തണുപ്പാട്ടോ. അപ്പം എനിക്ക് ഈ ഗ്ലിസറിൻ റോസ് വാട്ടർ ഞാൻ ഒരു ദിവസം പകൽ, നമ്മളിപ്പം രാവിലെ കോളേജിൽ പോവുകയാണല്ലോ, അപ്പോൾ തേച്ചേക്കാന്ന് പറയുമ്പോൾ എനിക്ക് തേക്കുമ്പോൾ ഈ ഒട്ടിപ്പിടത്തില്ല, അതെനിക്ക് അത്ര ഇഷ്ടമല്ല. രാത്രി നമ്മൾ തേച്ച് അങ്ങനെ കിടക്കും, നമുക്ക് അത്രയും പ്രശ്നമില്ലേ. പക്ഷെ പകൽ തേക്കുമ്പോണ്ടല്ലോ ഇങ്ങനെ ഒട്ടിയിരിക്കില്ലേ, കയ്യും കാലൊക്കെ ഇങ്ങനെ എന്തോ ഒരു ഒട്ടൽ പോലെ. എനിക്ക് അങ്ങനെയൊന്നും ഇഷ്ടമല്ല. എനിക്ക് ഓയിൽ തേക്കുമ്പോഴത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കൽ, ഓയിൽ അങ്ങനെയൊന്നും എനിക്ക് സംഭവം ഇഷ്ടമല്ലേ. അവിടെ ഞാൻ തേച്ചിട്ട് എനിക്കതങ്ങ് ഇഷ്ടപ്പെട്ടില്ല, അതുകൊണ്ട് ഞാൻ അങ്ങനെ കഴുകി കളഞ്ഞു. പക്ഷെ അവളുണ്ടല്ലോ, അവൾ അതൊക്കെ തേച്ചിട്ട് അവളങ്ങ് പിന്നെ അതിനിപ്പോൾ എന്താ, നമുക്ക് നല്ലതാടിയ സാധനം റോസ് വാട്ടർ ഗ്ലിസറിൻ നല്ല സൂപ്പറാന്നൊക്കെ പറഞ്ഞ് അവളങ്ങ് തേച്ചിട്ടൊക്കെ പോയിട്ടോ. അങ്ങനെ ഒരാഴ്ചയൊക്കെ തേച്ചപ്പോഴത്തേക്കും അവളുടെ സ്കിന്ന് ഭയങ്കര അങ്ങ് കറുത്തങ്ങ് പോയി. അപ്പോഴവൾ പറഞ്ഞിട്ട് ഇത് പകൽ തേക്കാൻ കൊള്ളത്തില്ല, നമുക്കിത് രാത്രി തേക്കാന്ന്. അങ്ങനെ ഞങ്ങളിത് രാത്രിയിലൊക്കെ സാധനമൊക്കെ തേച്ച് കിടക്കുമ്പോൾ സ്കിന്നൊക്കെ നല്ല സോഫ്റ്റായി നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. നമ്മുടെ കൈകളിലും കാലിലും ഒക്കെ നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും. പക്ഷേ ഇത് നമ്മൾ പകൽ തേക്കരുത്, പകൽ തേച്ചാൽ എന്തായാലും കറക്കും. എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞതാണ് കേട്ടോ, പകൽ തേക്കേണ്ടെന്നേ പറഞ്ഞുള്ളൂ. പകൽ തേക്കണം കുഴപ്പമില്ല, വെയിൽ കൊള്ളാതിരിക്കുക, അത്ര മാത്രമേ പറഞ്ഞു കേട്ടോ. അപ്പോൾ നല്ലൊരു ടിപ്സാണ് ഇത്. പിന്നെ നമ്മുടെ മുഖം ഒന്നും കൂടെ നല്ലൊരു ഗ്ലോ ആയിട്ട് കിട്ടാനുണ്ടല്ലോ, നമുക്ക് ഇതിൻ്റെ കൂടെ വേറൊരു സാധനം കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ.
അതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഗ്ലിസറിൻ റോസ് വാട്ടർ നമ്മൾ എടുക്കുമല്ലോ, അതിൻ്റെ കൂടെ തന്നെ കുറച്ച് തേനും കൂടി മിക്സ് ചെയ്ത് മുഖത്തൊക്കെ തേച്ച് നോക്കിക്കേ, നല്ലൊരു മാറ്റം അറിയാൻ പറ്റും കേട്ടോ. പക്ഷെ തേനൊക്കെ തേച്ച് നമ്മൾ കിടക്കാൻ നേരത്തെ തേക്കരുത്, അത് നല്ല വൃത്തി കഴുകി കളഞ്ഞിട്ട് വേണം തേക്കാൻ കേട്ടോ. തേനല്ലേ ഒട്ടിപ്പിടുത്തും പിന്നെ ഉറുമ്പുകളൊക്കെ വരത്തില്ലേ, അതുകൊണ്ട് പറഞ്ഞതാണ്. അപ്പം അത് നല്ല ടിപ്സ് തന്നെയാണ്. മുഖത്ത് കാണുന്ന ചുളിവുകൾ നല്ലവണ്ണം കുറയാനും മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കാനും ഒക്കെ നല്ല സാധനമാണ് കേട്ടോ ഈ ഒരു ടിപ്സ്. അതായത് ഗ്ലിസറിൻ റോസ് വാട്ടർ തേൻ നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ. അതായത് ഗ്ലിസറിൻ റോസ് വാട്ടർ എടുക്കുക, അതിന് കൂടെ കുറച്ച് തേനങ്ങ ചേർക്കുക, അപ്പുറത്തേക്ക് അളവ് കാര്യങ്ങളൊന്നുമില്ല, കുറച്ച് തേനങ്ങ ചേർക്കുക, എന്നിട്ട് മിക്സ് ചെയ്ത് മുഖത്തങ്ങ് തേച്ച് കൊടുക്കുക. സൂപ്പർ ടിപ്സാണ്. പിന്നെ വേറെ ടിപ്സ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ രാവിലെ എണീറ്റ് ഞാൻ എപ്പോഴും പറയാറില്ലേ, പാല് നല്ലതാണെന്ന് ടോണറായിട്ട് ഉപയോഗിക്കുക, അല്ല ടോണറായിട്ടല്ല ക്ലെൻസറായിട്ട് ഉപയോഗിക്കുക, പാൽ നല്ലതാണെന്ന് എപ്പോഴും പറയാറില്ലേ. ആ പാലിൻ്റെ കൂടെ അല്പം നമുക്ക് ഗ്ലിസറിൻ കൂടെ ചേർക്കുമ്പോണ്ടല്ലോ നല്ലൊരു റിസൾട്ട് കിട്ടും കേട്ടോ. അത് നിങ്ങളൊന്ന് തേച്ച് നോക്കിക്കേ. പാലിൻ്റെ കൂടെ കുറച്ച് ഗ്ലിസറിൻ, ഒരു കാൽ സ്പൂണ് പോലും വേണ്ട, കുറച്ച് ഗ്ലിസറിൻ എടുത്ത് നന്നായിട്ട് ഇച്ചിരി ഗ്ലിസറിൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മുഖത്തങ്ങ് തേച്ച് പിടിച്ച് ഒരു 10-15 മിനിറ്റ് വരെ മുഖത്തങ്ങനെ ഇരിക്കട്ടെ കേട്ടോ. എന്നിട്ട് നല്ല വൃത്തിയായി കഴുകിക്കളഞ്ഞ് നോക്കിയേ, മുഖം നല്ല ഗ്ലോ ആയിട്ടിരിക്കും, മുഖം നല്ല അടിപൊളിയായിട്ടിരിക്കും കേട്ടോ. മുഖത്തെ പാടുകളൊക്കെ ഉണ്ടെങ്കിൽ മാറും. മുഖത്ത് കാണുന്ന ഈ കുഞ്ഞു കുഞ്ഞു കുഴികളില്ലേ, അതൊക്കെ നല്ലവണ്ണം കുറയാനൊക്കെ നല്ലൊരു ടിപ്സാണ് ഈ പാലും ഗ്ലിസറിനുമേ. അത് നിങ്ങൾ ചെയ്ത് നോക്കട്ടെ. പാലിപ്പം എത്ര ആൾക്കാർ ഇപ്പോൾ തേക്കാറുണ്ടെന്ന് അറിയത്തില്ല, ഞാൻ നിങ്ങൾ പറഞ്ഞില്ല പാല് തേക്കുന്നത് നല്ലതാണ്, നിങ്ങളുടെ ഒന്നും പറയാറില്ലായിരുന്നു. അപ്പം ഞാനുണ്ടല്ലോ ഈ ഗ്ലിസറിൻ റോസ് വാട്ടർ ഒന്ന് മുഖത്തൊന്ന് തേച്ച് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ എൻ്റെ ഓയിൽ സ്കിന്നാണല്ലോ, അപ്പം ഞാൻ ഗ്ലിസറിൻ കുറച്ചെടുക്കുന്നുള്ളൂ, ഇത്രയൊന്നും വേണ്ട, കുറച്ചെടുക്കുന്നുണ്ടേ. കയ്യിലോട്ടങ്ങ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഇതിലോട്ട് റോസ് വാട്ടറും കൂടി ഒന്ന് മിക്സ് ചെയ്യാം. പിന്നെ ഗ്ലിസറിനൊക്കെ ഫ്രിഡ്ജിൽ തന്നെ വയ്ക്കണേ, പുറത്ത് വയ്ക്കരുത് കേട്ടോ. നല്ലവണ്ണം അങ്ങ് മിക്സ് ചെയ്യുന്നുണ്ടേ. നമുക്കിത് മുഖത്തൊന്ന് തേച്ച് കൊടുക്കാം. മുഖത്തങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു 10-15 മിനിറ്റൊക്കെ മുഖത്തങ്ങ് വെച്ചാൽ മതി, എന്നിട്ട് കഴുകിക്കളയാവേ. നമ്മൾ രാത്രി കിടക്കാൻ നേരത്ത് പിന്നെ അങ്ങനെ കുഴപ്പമില്ല, മുഖത്തങ്ങ് തേച്ച് കിടന്നാൽ അത്രയും പ്രശ്നമില്ല കേട്ടോ. നമ്മുടെ എന്താ പറയുക, കണ്ണിൻ്റെ ചുറ്റിനുള്ള കറുപ്പൊക്കെ, ആ കറുപ്പൊക്കെ കുറയാനും ഈ ഗ്ലിസറിൻ റോസ് വാട്ടർ നല്ലതായിട്ട് പെട്ടെന്ന് അങ്ങ് കുറഞ്ഞു കിട്ടിക്കോളെ. പിന്നെ കണ്ണിൻ്റെ ഇവിടെ ഇങ്ങനെ എന്താ പറയുക, ഇങ്ങനെ തടിച്ചിരിക്കില്ലേ, ഇങ്ങനെ കണ്ണിങ്ങനെ വീർത്തിരിക്കില്ലേ, അതൊക്കെ ആ വീർപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ് ഈ ഗ്ലിസറിൻ റോസ് വാട്ടറൊക്കെ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ഈ ഗ്ലിസറിൻ റോസ് വാട്ടർ തേച്ചിട്ട് വെയിൽ കൊള്ളരുതെന്ന്. നിങ്ങൾക്കിത് രാവിലെ എണീറ്റ് ഉടനെ തന്നെ മുഖമൊക്കെ ഇങ്ങനെ ഡ്രൈ ആയിട്ടിരിക്കുന്ന വിചാരിച്ചോ, രാവിലത്തെ മഞ്ഞും തണുപ്പൊക്കെ ഉള്ളെങ്കിൽ ഡ്രൈനെസ് ആയിട്ട് ഇരിക്കുന്ന വിചാരിച്ചോ, അന്നേരം നമുക്ക് ഇച്ചിരി ഗ്ലിസറിൻ റോസ് വാട്ടർ എടുത്ത് നല്ല തേച്ച് പിടിപ്പിച്ചിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കഴുകിക്കളഞ്ഞാൽ നല്ലതാണ് കേട്ടോ. പക്ഷേ വെയിൽ കൊള്ളരുത് മാത്രമേ പറഞ്ഞു, വെയിൽ കൊണ്ടാൽ നമ്മൾ കറക്കും, വെയിൽ കൊള്ളാതെ നോക്കണം കേട്ടോ. അപ്പോൾ നല്ലോണം അങ്ങ് തേച്ച് കൊടുത്തിട്ടുണ്ട്, കുറച്ച് തേച്ചിട്ടുള്ളൂ, കണ്ടില്ലേ. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് കഴുകിക്കളയാം കേട്ടോ. നമുക്ക് നല്ല തിളക്കം കിട്ടാനൊക്കെ നല്ലൊരു ഈസി ടിപ്സാണ് ഇത്. എല്ലാവർക്കും ചെയ്തെടുക്കാൻ പറ്റുന്ന ഈസി ടിപ്സാണിത്. കുഞ്ഞു കുഞ്ഞു കുരുക്കളും പാടുകളും കലകളും ഒക്കെ മാറിക്കിട്ടും, കണ്ണിൻ്റെ സൈഡിലെ കറുപ്പ് മാറിക്കിട്ടും. പിന്നെ ഡ്രൈ സ്കിന്നുകാർക്കൊക്കെ നല്ലതാണ്, സെൻസിറ്റീവ് സ്കിന്നുകാർക്കൊക്കെ നല്ലതായിട്ട്. അവരൊന്ന് ജസ്റ്റ് ഒന്ന് ഗ്ലിസറിൻ ആയതുകൊണ്ടാണ്, വല്ല അലർജിയോ ചൊറിച്ചിലോ പോച്ചിലൊക്കെ വന്നെങ്കിലോ വിചാരിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് മാത്രം നിങ്ങൾ മുഖത്തങ്ങ് തേച്ച് കൊടുത്താൽ മതി കേട്ടോ. ഞാനുണ്ടല്ലോ എൻ്റെ കൈയും കാലൊക്കെ പെട്ടെന്ന് ഡ്രൈ ആവേ, കൈ അത്രയില്ല, കാല് പെട്ടെന്ന് ഡ്രൈനെസ് ആവും കേട്ടോ. അപ്പം ഞാൻ തേക്കുന്ന ഏറ്റവും ചെറിയൊരു ടിപ്സ് ഇതുമായി ഗ്ലിസറിൻ റോസ് വാട്ടർ തന്നെയാണ്. ഞാൻ മുമ്പൊക്കെ അങ്ങോട്ട് പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഗ്ലിസറിൻ റോസ് വാട്ടർ തന്നെയാണ് തേക്കാറ്. അതുകൊണ്ടാണ് ഇതൊക്കെ പെട്ടെന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ട്. പിന്നെ ഗ്ലിസറിൻ ആണെങ്കിൽ നോക്കിക്കേ,
കണ്ടോ ഇവിടം വരെ എത്തിയിട്ടുണ്ട്. കുറച്ച് ഗ്ലിസറിൻ എടുക്കുള്ളൂ കേട്ടോ. ഇനി പ്രത്യേകിച്ച് ഞാൻ മിക്സ് ചെയ്ത് വെക്കും. മുമ്പൊക്കെ ഞാൻ മിക്സ് ചെയ്ത് വെക്കാറുണ്ട്, ഇപ്പോൾ ഞാൻ മിക്സ് ചെയ്ത് വെക്കാറില്ല. നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് അങ്ങ് തേച്ച് കൊടുക്കുള്ളൂ കേട്ടോ. ഞാൻ പിള്ളേരുടെ കൈകളിലും കാലിലൊക്കെ ഞാൻ ഗ്ലിസറിൻ റോസ് വാട്ടറൊക്കെ തേച്ച് കൊടുക്കും. നല്ലതാണ് കേട്ടോ. അവർ പെട്ടെന്ന് അവർക്ക് ഡ്രൈ ആവുക, പെട്ടെന്ന് കാലും കൈയൊക്കെ. അന്നേരം ഞാൻ ചെയ്യുന്ന ഏറ്റവും എളുപ്പപ്പണി ഇതാണ് ഗ്ലിസറിൻ റോസ് വാട്ടറും. ഇപ്പോൾ നമുക്ക് എന്താ പറയുക, നമ്മളിങ്ങനെ ഡ്രൈ ആയിട്ട് അനുവദിക്കരുത്. നമ്മുടെ കൈയും കാലൊക്കെ ഡ്രൈനെസ് ആണ്, അത് പോട്ടെ എന്ന് പറഞ്ഞാൽ നമ്മൾ അനുവദിക്കരുത്. നമുക്ക് എന്തായാലും പെട്ടെന്ന് തന്നെ ചുളിവുകൾ വരും. പിന്നെ ഗ്ലിസറിൻ റോസ് വാട്ടർ ഒന്നും ഇല്ല, അതൊന്നും വീട്ടിലില്ലെങ്കിൽ പ്രശ്നമില്ല. അപ്പം കുറച്ച് എണ്ണയില്ലേ, വെളിച്ചെണ്ണ ഒരല്പം 2-3 തുള്ളി, ഡ്രൈ സ്കിന്നറുടെ ഞാൻ പറയണത്, 2-3 തുള്ളി എടുത്തിട്ട് ജസ്റ്റ് ഇങ്ങനെ കൈ കൊണ്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് കയ്യിലും കാലൊക്കെ തേച്ച് കൊടുക്കണം. അതും നല്ലതാണ് കേട്ടോ. ആ ഡ്രൈനെസ്സൊക്കെ മാറി നല്ലൊരു ഗ്ലോ കിട്ടാനൊക്കെ നല്ലതാണ്. ഇത് നല്ല സൂപ്പർ ടിപ്സാണ് കേട്ടോ. ഗ്ലിസറിൻ റോസ് വാട്ടറും നിങ്ങൾ സ്ഥിരം തേച്ച് നോക്കും, നമ്മുടെ മുഖത്ത് നല്ല ചേഞ്ച് അറിയാൻ പറ്റും കേട്ടോ. അപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരില്ലേ, ഞാൻ പറഞ്ഞായിരുന്നു ഗ്ലിസറിൻ റോസ് വാട്ടർ വെച്ച് വെയിലത്തൊക്കെ പോയിട്ട് ഒരാഴ്ച കണ്ടിന്യൂസ് തേച്ചപ്പോഴത്തേക്ക് അവൾ അങ്ങ് കറുത്ത് പോയി എന്ന് പറഞ്ഞില്ലായിരുന്നോ. അവൾ ലാസ്റ്റ് ഉണ്ടല്ലോ രാത്രി ഈ സംഭവം തേച്ചു, ഗ്ലിസറിൻ റോസ് വാട്ടറും തേച്ചപ്പം പിന്നെ ആ ഒരു കറുപ്പൊക്കെ മാറട്ടെ. പിന്നെ അവൾ സൺസ്ക്രോഷൻ തേച്ചപ്പോഴത്തേക്കും ആ ഇതൊക്കെ മാറി കേട്ടോ. ഒരുപാട് അങ്ങ് കറുത്തു പോയെന്നല്ല ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു മനസ്സിലാവും. ഒരു വെളുത്തവര് വെയിൽ കൊണ്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു ഇരുണ്ട രീതി പോവില്ല, ആ രീതി നമുക്ക് മനസ്സിലാവും. അതുപോലെ തന്നെ ആയതോട്ടോ. പിന്നെ അവളെ തേച്ചിട്ടാണോ ഇങ്ങനെയെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം ഞാനിത് വെയിൽ കൊള്ളുന്ന സമയത്തും തേക്കാറില്ല, അല്ലാതെ രാത്രി മാത്രമേ തേക്കാറുള്ളൂ കേട്ടോ. അപ്പോൾ ഞാനുണ്ടല്ലോ മുഖത്ത് തേച്ചെടുത്തിട്ട് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ്, ഒരു 10-15 മിനിറ്റ് കഴിയുമ്പോൾ നമുക്കിത് കഴുകി കളയാവേ. അപ്പോൾ ഞാനുണ്ടല്ലോ മുഖത്ത് ഒരു 15 മിനിറ്റ് വെച്ചോളൂ കേട്ടോ. 15 മിനിറ്റ് മുഖത്ത് വെച്ചതിന് ശേഷം കുറച്ച് കടലമാവ് ഉപയോഗിച്ച് മുഖം നല്ല വൃത്തിയിലൊന്ന് കഴുകി കളഞ്ഞ് മുഖത്ത് നല്ല ഒരു മാറ്റം അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. മുഖം നല്ല സോഫ്റ്റായി പിന്നെ നല്ല അതുകൊണ്ടോ നല്ല ഗ്ലോ ആയിട്ട് തന്നെ ഇരിക്കുന്നുണ്ടോ. നമുക്കിത് സ്ഥിരം ചെയ്യാൻ പറ്റുന്ന നല്ല അടിപൊളി ടിപ്സാണ് കേട്ടോ. ഇത് നമ്മുടെ മുഖത്ത് എത്ര നേരം വെക്കുന്നോ അത്രയും നല്ലതാണിത്. ഞാനൊരു 15 മിനിറ്റ് മാത്രമേ വെച്ചോളൂ. ഞാൻ ഓയിൽ സ്കിൻ ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഗ്ലിസറിൻ കുറച്ചെടുത്ത്. ഡ്രൈ സ്കിന്നുകാർക്ക് ഒരു പ്രശ്നവുമില്ല, 2 തുല്യ അളവിൽ തന്നെ എടുക്കുക കേട്ടോ. എനിക്ക് ഒരുപാട് ഇങ്ങനെ ഓയിലായിട്ട് ഇരിക്കുന്ന ഇഷ്ടമല്ല, ഗ്ലിസറിൻ്റെ ഒട്ടലില്ല, അതൊന്നും അത്രയ്ക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ കുറച്ച് ഗ്ലിസറിനും കൂടുതൽ റോസ് വാട്ടർ എടുത്തത്. പക്ഷെ നല്ലൊരു ടിപ്സ് തന്നെയാണ് കേട്ടോ. നമ്മുടെ സ്കിന്നൊക്കെ നല്ല ഗ്ലോ ആവാനും പാടുകളൊക്കെ മാറി കിട്ടാനൊക്കെ നല്ലതാണ്. ഇത് നമുക്ക് സ്ഥിരം ചെയ്തെങ്കിൽ നല്ലൊരു വ്യത്യാസം നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഒറ്റ തവണ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മുഖം നല്ല തൊടുമ്പോൾ തന്നെ നല്ല സോഫ്റ്റാണ്. അപ്പോൾ നമ്മൾ സ്ഥിരം ചെയ്യുമ്പോൾ ഇതിനേക്കാൾ നല്ല സോഫ്റ്റായി പാടൊക്കെ ഉണ്ടെങ്കിൽ മാറി കണ്ണിൻ്റെ സൈഡിലെ കറുപ്പൊക്കെ മാറി നല്ല സൂപ്പറായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. എല്ലാവരും ചെയ്ത് നോക്കണേ. പിന്നെ രാവിലെ നിങ്ങൾക്ക് വേണമെങ്കിൽ തേക്കാം കേട്ടോ, പക്ഷേ വെയിൽ കൊള്ളാതിരിക്കുക. അതിന് മുന്നേ തന്നെ മുഖം നല്ല വൃത്തി കഴുകുവാണെങ്കിൽ ഒരു കുഴപ്പമില്ല, രാവിലെ തേക്കുന്നതിന് ഒരു കുഴപ്പമില്ല. വെയിൽ കൊള്ളരുത്, വെയിൽ കൊള്ളാതെ നോക്കിയാൽ മാത്രം മതി കേട്ടോ. പിന്നെ വൈകുന്നേരം നിങ്ങൾ സ്ഥിരമായിട്ട് തേക്കുവാണെങ്കിൽ കഴുത്തിന് ചുറ്റിലുള്ള കറുപ്പൊക്കെ കുറയാനൊക്കെ നല്ലതാണ്. ജസ്റ്റ് ഒന്ന് ആവി പിടിച്ചതിന് ശേഷം ഈ ഒരു ടിപ്സ് ചെയ്യുവാണെങ്കിൽ ഉണ്ടല്ലോ നമ്മുടെ കഴുത്തിന് ചുറ്റിനുള്ള കറുപ്പൊക്കെ നല്ലവണ്ണം കുറഞ്ഞ് കഴുത്തൊക്കെ നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് തിളങ്ങും. അപ്പോൾ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണല്ലേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെ നമ്മളിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീണ്ടും നല്ല വീഡിയോസ് നമുക്ക് കാണാവേ. നിങ്ങൾക്ക് ഇവിടെയൊക്കെ നല്ല തിളക്കണം കേട്ടോ, നല്ല ടിപ്സാണ്. എല്ലാവരും വേഗം തന്നെ തേച്ചോളും, മുഖമൊക്കെ നല്ല ഗ്ലോ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് തിളങ്ങട്ടെ. അപ്പോൾ എല്ലാവർക്കും ടാറ്റാ.